നമ്മുടെ നാട്ടിൽ വലിയ ഭീകര സംഭവം വരാൻ പോണെന്ന് പറയും. ഞാൻ പറയും, ഭീകര സംഭവം എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ സമൂഹത്തിലാണോ? അല്ല, നമ്മുടെ തലച്ചോറിലാണ്, നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തിലാണ് ഈ ഭീകര സംഭവം നടക്കുന്നത്. ലോകത്ത് എന്ത് സംഭവിച്ചാലും നിർഭയത്വത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഹോർമോൺ സിസ്റ്റം, നമ്മുടെ തലച്ചോറ്, നെർവസ് സിസ്റ്റം, ഇതിലൂടെയാണ് പടച്ചവൻ ഈ സംവിധാനം ആവിഷ്കരിക്കുന്നത്. അപ്പൊ പുറത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ പ്രശ്നങ്ങളിലൊക്കെ നിർഭയത്വത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയാനുള്ള പ്രൊഫറ്റ് എബ്രഹാം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയൊരു മാതൃക എന്നുള്ളത്. ആ ഒരു പാഠം തന്നെയാണ് ഹജ്ജിന്റെ ഏറ്റവും വിലപ്പെട്ട പാഠം. ഞാൻ ഇന്ന് വന്നപ്പോൾ ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരിയോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ മഹതിയായ ഹാജറ ബീവി അവിടെ ദാഹിച്ച് അവശയായി നിൽക്കുന്ന ഒരു സമയത്ത് പടച്ചോന്റെ കാരുണ്യം അവിടെ വർഷിക്കപ്പെടുകയാണ്. ആ വർഷിക്കപ്പെടുന്ന കാരുണ്യം